രണ്ട് ചാർട്ട് ഫയൽ ഉണ്ടാക്കിയില്ലേ? ഈ ചാർട്ട് ഫയൽ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഇതിനെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ആണ്. ഒരു വൈറ്റ് ടാപ്പ് എടുക്കുക, ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എത്ര ഗ്യാപ്പാണോ നമുക്ക് എഴുതാനായിട്ട് വേണ്ടത് അതിനനുസരിച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി ഈ ലീവ്സ് എടുക്കുക. ഈ ഇലകൾ കണ്ടിട്ടില്ലാത്തവരുണ്ടോ? ഇതൊരു കാട്ടുചെടിയുടെ ഇലയാ. ചെമ്പരത്തി ഇല എടുത്താലും മതി. ഇനി ഈ ഇലയുടെ പുറകു വശത്തായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കണം. കളർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയ ബ്രഷ് പെന്നാണ് എടുത്തിരിക്കുന്നത്. ബ്രഷ് പെൻ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഡ്രോയിങ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. ആവശ്യമുള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. ഇനി കളർ ചെയ്ത ലീഫിനെ ഇതേപോലെ വൈറ്റ് ടാപ്പിൻ്റെ നടുക്ക് വരുന്ന രീതിയിലേക്ക് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ രണ്ട് സൈഡിലും സെയിം കളറാണ് കൊടുക്കുന്നത്. ഇനി വേറൊരു ലീഫ് എടുത്തിട്ട് ഞാനൊരു ഓറഞ്ച് ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇലയുടെ മുകളിലും താഴെയും മാത്രമേ ഞാൻ കളർ ചെയ്യുന്നുള്ളൂ. കാരണം വൈറ്റ് ടാപ്പ് നടുക്ക് ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ കളറാകത്തില്ലല്ലോ. അതെനിക്ക് ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഇനി ആ വൈറ്റ് ടാപ്പിനെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ആ വൈറ്റ് ടാപ്പ് നമ്മൾ ഒട്ടിച്ചിരുന്നിടത്താണ് നമുക്ക് എഴുതേണ്ട സ്പേസ്. അവിടെ എന്താണോ നമുക്ക് എഴുതേണ്ടത് അത് നമുക്ക് എഴുതി കൊടുക്കാം. ചാർട്ടിൻ്റെ മുകളിലും താഴെയും സ്പേസ് ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഈ ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കൊള്ളാമെന്ന് തോന്നിയത് അതൊന്ന് കമൻറ്റ് ചെയ്യണേ. രണ്ടാമത്തെ ചാർട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്കൊരു സർക്കിൾ വരച്ചു കൊടുക്കണേ. ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ടിന്നിൻ്റെ മൂടിയാണ് എടുത്തിരിക്കുന്നത്. സർക്കിൾ വരയ്ക്കാനായിട്ട് ബ്ലാക്ക് ഇങ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ബ്രഷ് പെൻ എടുക്കുക, ഈ ഡിസൈൻ ഒന്ന് വരച്ചു കൊടുക്കുക. ബ്രഷ് പെൻ ഒന്ന് ചരിച്ച് പിടിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മുകളിലും ഇതേ ഡിസൈൻ തന്നെ കൊടുക്കാം. ഫുള്ളായിട്ട് വേണമെങ്കിലും ഈ ഡിസൈൻ കൊടുക്കാം കേട്ടോ. അപ്പോഴും ലുക്കായിരിക്കും. ഞാനിപ്പോൾ രണ്ട് സൈഡിലും മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി എഴുതേണ്ട സ്പേസ് വിട്ടിട്ട് നമുക്ക് മുകളിലും താഴെയായിട്ടും 2-3 ഹാർട്ട്സ് കൂടെ വരച്ചു കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.